ഇല്ലിക്കൽ കല്ല് അത് വെറും മലനിരകൾ മാത്രമല്ല. പണ്ട് കാലത്ത് തമിഴ് കൃതികളിൽ അറിയപ്പെട്ടത് ചിത്രകൂടമെന്നാണ്. ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഐരുമല എന്നും, അതായത് പണ്ടിയുടെ ഖനനം ചെയ്തിരുന്നു എന്ന്. അതിൻ്റെ ബാക്കി പത്രമാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ല്. നമ്മൾ അവധി ദിവസങ്ങളിൽ 3 വണ്ടിയാണ് ഇവിടെ ഓടുന്നത്. വർക്കിംഗ് ഡേയ്സിൽ 1 വണ്ടിയുള്ളൂ. ഞാനിപ്പോൾ 8 കൊല്ലം കഴിഞ്ഞു. ഫസ്റ്റ് ട്രിപ്പ് ഞാനാണ് ഇവിടെ ജീപ്പ് സവാരി നടത്തുന്നത്. നമ്മൾ താഴെ ജീപ്പ് വന്നിട്ട് നമ്മളിവിടെ മേലെ ഇറക്കി തരും, അടി ജീപ്പ് താഴെ തിരിച്ചു പോകും. അത് കഴിഞ്ഞ് തിരിച്ച് കയറി വരുമ്പോൾ ഇവിടെയുള്ളവർ അടുത്ത ട്രിപ്പിന് ഇറങ്ങി പോകും. ആളുണ്ടെങ്കിൽ അറിയിക്കും, ഇല്ലെങ്കിൽ നമ്മളങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ വരുമ്പോൾ നമുക്ക് എപ്പോൾ വേണേലും 5:30 വരെ ഉണ്ട്. ഈ ടൈമിൽ രാവിലെ 8 മണിക്ക് കയറിയാൽ ആ ടൈമിൽ നമുക്ക് എപ്പോഴാണെങ്കിലും ഇറങ്ങിപ്പോകാം. ജീപ്പ് സഫാരി ഇവിടെ കൊണ്ട് തീരുകയാണ്. ഇനി ഇവിടുന്ന് നമ്മൾ മുകളിലേക്ക് നടന്ന് കയറി പോകണം. ആ ഭാഗത്ത് ഇടുക്കി, ഇത് നമ്മൾ നിൽക്കുന്ന കോട്ടയം. കാണുന്നത് മുഴുവൻ കോട്ടയം. ഇതിൻ്റെ മറുസൈഡ് ഇടുക്കി ജില്ല. ഈ ഭാഗത്ത് എറണാകുളം. നമ്മൾ ഈ ടോപ്പിൽ കയറി താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് എറണാകുളം. അവിടെയൊക്കെ എറണാകുളമായിട്ട് വരും. ഇതിപ്പോൾ ടോട്ടൽ ശരിക്കും 3 കല്ലല്ലേ? ഒന്ന് കൂനംകല്ല്, 2 കല്ലാണ്. ഒന്ന് കൂനംകല്ല്, ഒന്ന് കൊടക്കല്ല്. കൂനംകല്ലിനെയാണ് നമ്മൾ ഈ സർപ്പക്കല്ലെന്നും പിന്നെ കോഴിമോണക്കല്ലെന്നും. കോഴിമോണക്കല്ല് ഈ കോഴിയുടെ കൊക്ക് പോലെ അല്ല ഇരിക്കുന്നത്. സർപ്പം ഇരിക്കുന്ന പോലെയല്ല ആ ഒരു അപ്പുറം കാണുന്ന കല്ല്. അതിനാണ് പല പേരിൽ അറിയപ്പെടുന്നത്. കൂനംകല്ലിനെ കൂനംകല്ല്, സർപ്പക്കല്ലെന്നും കോഴിമോണക്കല്ലെന്നൊക്കെ അറിയപ്പെടുന്നു. മറ്റേത് കൊടക്കല്ല്. ഈ കല്ലിന്റെ ഈ ഭാഗം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൊട്ടിപ്പോയതാണ്. ഭീമൻ അവിടെ നിന്ന് ഉലക്കിയിരുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ സെന്ററിലൊരു തുളയുണ്ട്. അതിനകത്തൂടെ ഈ സൂര്യൻ ഉദിച്ചു വരുമ്പം ഈ മേടമാസത്തിൽ താഴെ ഒരു അമ്പലമുണ്ട്. അതിൻ്റെ തിരുനടയിൽ ഇതിനകത്ത് പ്രകാശം അടിക്കുന്നതാണ്. മേടമാസത്തിൽ അന്നാണ് അവിടുത്തെ ഉത്സവവും ഒക്കെ നടക്കുന്നത്. മങ്കൊമ്പ് ക്ഷേത്രം. ഹായ്. ഹലോ. എവിടുന്നാ? ഇടുക്കി. ആണോ? എത്തി മക്കളെ, എത്തി. സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരത്തിലുള്ള നമ്മുടെ സ്വന്തം ഇല്ലിക്കൽ കല്ല്. തീക്കോയി വഴി കയറി വന്ന അപ്പുറത്ത് വന്നിട്ട് ആ കുടിച്ചിൻ്റെ അവിടെ നോക്കിയാൽ ഈ മല ശരിക്കും കാണാൻ പറ്റും. അത് നമ്മുടെ കൂനംകല്ലും ഇപ്പുറത്തെ കുടക്കല്ലും കാണാൻ പറ്റും. നമുക്കിവിടെ വന്നാൽ തൊട്ടടുത്ത് പിന്നെയും കാണാൻ പറ്റും. അത് 2-3 വഴികളുണ്ട് എത്തിച്ചേരാൻ. പലതും പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കിതപ്പുകാരൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മൾ എത്തിയിരിക്കുന്നു മക്കളെ. ഇതാണ് എൻഡ് പോയിന്റ്. ഒന്നത് പറയാൻ പറ്റുന്നില്ല കേട്ടോ. മച്ചവെല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? നമ്മുടെ കൂനംകല്ലും കുടക്കല്ലും. കൂനംകല്ല് മൊത്തം കോടമല്ല് മറഞ്ഞു. ഇനി കുടക്കല്ല് ഇപ്പം മറഞ്ഞുകൊണ്ടിരിക്കുക. പോട്ടെ. താഴെ നിന്ന് വീശുന്ന കാറ്റ് ഈ കോടമഞ്ഞിനെ വകഞ്ഞു മാറ്റും. ആ സമയത്ത് നമുക്ക് ഇല്ലിക്കല്ലിനെ തൊട്ടടുത്ത് കാണാൻ സാധിക്കും. പക്ഷേ നിമിഷ നേരം കൊണ്ട് മഞ്ഞ് വീണ്ടും കല്ലിനെ മറയ്ക്കും. അത് വല്ലാത്തൊരു കാഴ്ച അനുഭൂതി തന്നെയാണ്. വന്നു കഴിഞ്ഞാൽ ഒരു നഷ്ടവും ഉണ്ടാവില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വർഗ്ഗങ്ങളിലൊന്ന് നമ്മുടെ ഇല്ലിക്കൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും തൽക്കാലം ഞാൻ വിട്ടേക്കാണ് മക്കളെ. പോട്ടെ. ടാറ്റ ബൈ.